ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് മന്ത്രിമാർ. കോഴിക്കോട് മിഠായി തെരുവിൽ RSS നിർദ്ദേശപ്രകാരം കലാപമുണ്ടാക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചു. ഹിഡൻ അജണ്ടകൾ നടപ്പാക്കാൻ പറ്റുന്ന സ്ഥലമല്ല കേരളമെന്ന് മന്ത്രി MB രാജേഷ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ പെരുമാറ്റം വിചിത്രമെന്ന് മന്ത്രി P രാജീവ്. ഗവർണറെ തിരിച്ചു വിളിക്കാൻ എത്രയും വേഗം ആവശ്യപ്പെടുമെന്ന് മന്ത്രി K രാജൻ പ്രതികരിച്ചു. BJP ആശയങ്ങൾക്ക് വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് വോട്ട് തേടട്ടെയെന്നും ഹൽവ നൽകിയ കൈകൾ വോട്ട് കുത്തില്ലെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതെല്ലാം പ്ലാൻഡാണെന്ന്. ഇത് RSSന്റെ നേതാക്കന്മാർ തലേദിവസം കണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. മിഠായി തെരുവിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ആളുകൾ പ്രതിഷേധിച്ച് അവിടെ ഒരു കലാപം സംഘടിപ്പിച്ച് ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യണം. അതുവഴി സംഘപരിവാറിന്റെ രാഷ്ട്രീയം കേരളം നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും അദ്ദേഹത്തിന് ഇനിയും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ പദവി കഴിഞ്ഞാൽ BJP അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് തുടരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അന്ന് അദ്ദേഹം BJP വിടും, അടുത്ത പാർട്ടി പിടിക്കും. ഇങ്ങനെ അവസരവാദപരമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളെ ചേക്കാറാനുള്ള അവസരങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഉള്ളതാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ ദുരന്തം. അതുകൊണ്ട് അതിനെയൊന്നും ഞങ്ങൾ ഭയപ്പെടുകയോ അതിനെയൊന്നും ഏതെങ്കിലും തരത്തിൽ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ശക്തമായ നിലപാടുകൾ അക്കാര്യത്തിൽ സ്വീകരിച്ചാലേ മുന്നോട്ട് പോകും. തലേ ദിവസം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ BJP നേതാക്കളുമായി ഇരുന്ന് ഗൂഢാലോചന നടത്തിയത് ഇതായിരുന്നു. പിറ്റേ ദിവസം കോഴിക്കോട്ട് നഗരത്തിൽ പോലീസിനെ അറിയിക്കാതെ ചെന്നിറങ്ങി നടന്ന് ഒരു സംഘർഷം ഉണ്ടാക്കുക. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞതൊക്കെ എഴുതി അയക്കാം എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ കേരളം അത് പരാജയപ്പെടുത്തി. കേരളം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിനും വിജയിക്കാൻ കഴിയുന്നൊരിടമല്ല എന്ന് ഇന്നലെ ഒരിക്കൽ കൂടി തെളിയിച്ചു. കേരളത്തിന്റെ ചെലവിൽ കേരളത്തിന്റെ പണം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് എന്നിട്ട് കേരളത്തെ പരിഹസിക്കാനായി നടക്കുക, അതൊരു വിചിത്ര ജീവിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കണം. അവരുടെ താല്പര്യപ്രകാരം എല്ലായിടത്തും ഗവർണർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആട്ടം അവരുടെ താളത്തിനനുസരിച്ചല്ലെങ്കിൽ അത് അവർ തന്നെ നിലപാട് സ്വീകരിക്കണം. സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തും. ഞാൻ കണ്ണൂരോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരമോ ആലപ്പുഴയോ എന്നല്ല, ബ്ലഡി കണ്ണൂർ എന്ന വാക്കൊക്കെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ധാരണയുടെ ഏറ്റവും അപ്പുറത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ നിലവിട്ട് പെരുമാറിയാൽ ഇദ്ദേഹത്തിൻ്റെ നിലവിട്ടുവെന്നും നിലവിട്ടൊരാളെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും ബന്ധപ്പെട്ടവരോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. അത് നിറവേറ്റും. അദ്ദേഹം ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായി ഒന്ന് മത്സരിച്ചു നോക്കട്ടെ. ഈ ഹലുവ തന്ന കൈകൾ കൊണ്ട് തന്നെ വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തും. അതാണ് കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും പ്രത്യേകത. ഗവർണർ പറഞ്ഞത് തന്നെ തെറ്റാണെന്ന് മിഠായി തെരുവ് ഇന്നലെ ഗവർണർ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രമസമാധാനം ഭദ്രമായ, സ്നേഹത്തിന്റെ പര്യായമായ, എല്ലാ നിലയിലും ഒരു നാടെങ്ങനെയാകണമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് മിഠായി തെരുവും കോഴിക്കോടും കേരളവും എന്നുള്ളതാണ് ഇന്നലെ തെളിയിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്നലെ ഗവർണർ പങ്കെടുത്ത സെമിനാറിൽ നിന്നും വിട്ടുനിന്നതിന് വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജനോട് രാജ്ഭവൻ വിശദീകരണം തേടും. VC കീഴ്വഴക്കം ലംഘിച്ചെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയക്കാൻ സംസ്ഥാന സർക്കാരും നീക്കം തുടങ്ങി. VA ഗിരീഷ്, ദീപക് ധർമ്മടം, അരുൺ രാജ് എന്നിവരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, ഈ ഗവർണർക്കെതിരെ ഏത് രൂപത്തിൽ കേന്ദ്രത്തെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിനൊരുങ്ങുകയാണ് സംസ്ഥാനം? ഇതിൽ വേണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ അസാധാരണമായൊരു നീക്കം നടത്തുമ്പോൾ അസാധാരണമായ മറ്റൊരു നീക്കത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നിയമപരമായ കൂടിയാലോചനകൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന് കത്തയക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടേണ്ടതുണ്ട്, പ്രത്യേകിച്ചും സുരക്ഷാ പ്രോട്ടോകോൾ, ഭരണഘടനാ മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹം പാലിക്കേണ്ട മര്യാദകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ സമാധാനം തകർക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ
കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണം, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു കത്ത് സംസ്ഥാനം ഔദ്യോഗികമായി കേന്ദ്രത്തിന്, രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെയുള്ള അവർക്ക് അയക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കൂടിയാലോചനകൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആരംഭിച്ചു. ഇന്ന് അതിന്റെ മറ്റു സാങ്കേതിക നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രണ്ട് കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, ഗവർണർ കാണിക്കുന്ന ഈ രീതിയിലുള്ള സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരെ മാനിക്കുന്നില്ല, സുരക്ഷാ കവചങ്ങൾ തീർക്കാൻ അനുവദിക്കുന്നില്ല. മാത്രവുമല്ല, സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറും. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ധരിപ്പിക്കുകയും രാഷ്ട്രപതിയെ, അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്ന രാഷ്ട്രപതിയാണ്, സ്വാഭാവികമായും രാഷ്ട്രപതിയെയും ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു, കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നാൽ ഗവർണർ അതേ സമയത്ത് തന്നെ VC-യെ പിരിച്ചുവിടുക അല്ലെങ്കിൽ VC-യെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അസാധാരണമായ നടപടിക്ക് വേണ്ടിയുള്ള നിയമപരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാജ്ഭവൻ വിശദീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഡോക്ടർ ജയരാജ് ഇന്നലെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കേണ്ടതായിരുന്നു, ഗവർണർ ഉദ്ഘാടകനായിരുന്നു, അതിൽ നിന്ന് വിട്ടുതന്നു. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഇൻസബോർഡിനേഷൻ കാണിച്ചു എന്ന നിലയിലേക്ക് നടപടികളെ ആരംഭിക്കാൻ ഗവർണർ നീക്കം നടക്കുന്നു. ഏതായാലും ഗവൺമെന്റ് പോരാട്ടം അതിന്റെ പുതിയൊരു തലത്തിലേക്ക് ഇന്നത്തോടെ കടക്കും എന്ന് ഉറപ്പാണ്. വേണു. ശരി, ദീപക് ധർമ്മടമാണ് ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കാനൊരുങ്ങുന്ന കത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.